ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവർക്ക് വിളി വന്നു, കോഴിക്കോട് നിന്ന് വിളിച്ചു, എറണാകുളത്ത് നിന്ന് വിളിച്ചിരുന്നു. പക്ഷേ പാലാ ബ്രില്യൻസ് എന്നൊരു ബ്രാൻഡ് നെയിം ഉണ്ട്, ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതാണല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. റിസൾട്ട്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഫസ്റ്റ് റാങ്ക് തന്നെ വരുന്നത് ബ്രില്യൻ്റ് ആണ്. എല്ലാ കൊല്ലവും നീറ്റിൻ്റെ റിസൾട്ടിലായാലും ആദ്യം കേൾക്കുന്നൊരു പേര് ബ്രില്യൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസമുണ്ട്. ഇപ്പോൾ കീമിൻ്റെ റിസൾട്ട് വന്നപ്പം ടോപ്പ് 20 ബ്രില്യൻ തന്നെ കിട്ടി. അപ്പം ആ ഒരു വിശ്വാസത്തിൽ വന്നതാണ്. From today onwards we are ഒരു പുതിയ തുടക്കം, വലിയൊരു സ്വപ്നം. നീറ്റ് 2027 ഉയർന്ന വിജയം എന്ന ലക്ഷ്യത്തിലേക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും പ്രതീക്ഷാ നിർഭരമായ ഒരു പുതിയ ദിവസം. ഏറെ ആകാംക്ഷയോടെ ഹോസ്റ്റലുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ബ്രില്യൻ ക്യാമ്പസുകളിലേക്ക് എത്തുന്നു. നമുക്ക് ഫസ്റ്റ് ഡേ ആയിട്ട് പോലും എപ്പോഴും കറക്റ്റ് ടൈമിന് ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ ഇൻഫോം ചെയ്തിരുന്നു എപ്പോഴൊക്കെയാണ് ബസ് വരുന്നതെന്നൊക്കെ. എന്നിട്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും നമ്മളെ നേരത്തെ അറിയുന്ന പോലെയാണ്, അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ബസ്സിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളെ മെൻറ്റേഴ്സ്, നമ്മളെ ടീച്ചേഴ്സ്, നമ്മളെ വാർഡനൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമുക്ക് അപ്പോൾ അത്രയും സേഫ് ഫീലിംഗ് ആണ്. നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് നമ്മൾ എത്രയും എല്ലാവരും കയറി എന്നൊക്കെ അവർ ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊട്ടും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലൊന്നും വരത്തില്ല ഇവിടെ വന്നതിന് ശേഷം. എല്ലാവരും ആയിട്ട് അത്രയും നമ്മൾ ബന്ധപ്പെടുകയാണ്. പിന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെടുകയാണ്. ടീച്ചേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് നമ്മളായിട്ട്. കൊള്ളാം, അടിപൊളിയാണ് ബ്രില്യൻസ്. കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിഭകൾ ഒരൊറ്റ ലക്ഷ്യവുമായി ബ്രില്യന്റിന്റെ ക്യാമ്പസുകളിലേക്ക് ചുവടുവെക്കുന്നു. കേരളത്തിലെ ബ്രില്യന്റിന്റെ 8 പ്രമുഖ സെന്ററുകളിലും ഇന്ന് ദൃശ്യമായത് ഒരേ ആവേശവും ഒരേ ആത്മവിശ്വാസവുമാണ്. തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവേണ്ട ഊർജവും കൃത്യമായ ദിശാബോധവും നൽകിക്കൊണ്ട് പ്രൊഫസർ ടോമി ചെറിയാൻ സാർ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകർന്നു. ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമും നടത്തപ്പെട്ടു. ലക്ഷ്യത്തിലേക്കുള്ള പുതിയ പാഠങ്ങളായി ബ്രില്യന്റിന്റെ ഏറ്റവും പുതിയ സ്റ്റഡി മെറ്റീരിയലുകൾ വിദ്യാർത്ഥികളുടെ കൈകളിലെത്തി. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ ക്ലാസ് മുറികളും മികച്ച പഠനാന്തരീക്ഷവും കുട്ടികളിൽ വലിയൊരു പോസിറ്റീവ് എനർജി വീണ്ടെടുത്തു. ആദ്യ ദിവസത്തെ ഓറിയന്റേഷൻ ക്ലാസുകൾ നൽകിയ ആത്മവിശ്വാസത്തെക്കുറിച്ചും ക്യാമ്പസിലെ മികച്ച അനുഭവങ്ങളെക്കുറിച്ചും കുട്ടികൾ ഏറെ സന്തോഷത്തോടെയാണ് പങ്കുവച്ചത്. 2026-27 അധ്യയന വർഷം തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ബാച്ചുകൾക്ക് ശേഷം നമ്മുടെ നീറ്റ് ബാച്ചുകൾ വളരെ ഊർജ്ജത്തോടെ തന്നെ കുട്ടികൾ എല്ലാവരും വന്ന് ഇന്ന് അവരുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലാസിൻ്റെ അലോക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവർക്ക് മെറ്റീരിയൽസ് കിട്ടി. അങ്ങനെ ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്റ്റുഡൻസിന് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഓഫ് ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ മെറ്റീരിയൽസ് ഒക്കെ എല്ലാവർക്കും കിട്ടിയോ? ആണ്. ഓക്കെ, സോ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസിലാണ് നിൽക്കുന്നത്. കുറേ പേരൻസ് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഡേ അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ പേരൻസ് അറിയുന്നതിന് മുന്നേ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അല്ലേ, എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ എന്ന്? എന്താ മോളുടെ പേര്? മാളവിക. എവിടെയാ വീട്? കണ്ണൂര്. കണ്ണൂര്. ഓക്കെ, ഏത് ഹോസ്റ്റലാണ് മോളെ? ഗൗരി ശങ്കർ. ഓക്കെ, എങ്ങനെയുണ്ട് ഹോസ്റ്റലൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഹായ്. എന്താ മോളുടെ പേര്? പാർവണ. പാർവതിയുടെ വീട് എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ ഫസ്റ്റ് ഡേ ഓഫ് ബ്രില്യൻ? അടിപൊളി. ഹായ്. ഹായ്. എന്താ പേര്? ഹന. എവിടെ വീട്? കോഴിക്കോട്. എങ്ങനെയുണ്ടായിരുന്നു മോളുടെ ഒരു ഫസ്റ്റ് ഡേ അറ്റ് ബ്രില്യന്റ്? നല്ല അടിപൊളിയായിരുന്നു. ഫസ്റ്റ് തന്നെ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ നമുക്ക് ലൈവായിട്ടും അല്ലാണ്ട് സാർ ഡയറക്ടേഴ്സ് എടുത്തു തന്നിട്ടുണ്ട്. ഞാൻ ഹോസ്റ്റലൊക്കെ അടിപൊളിയാണ്, നല്ല ഫുഡാണ്, എല്ലാം കൂടെ അടിപൊളി. മോളുടെ പേര്? ദേവനന്ദ. ഓക്കെ, എവിടെ വീട്? കോഴിക്കോട്. കോഴിക്കോട് തന്നെ. സെയിം ഹോസ്റ്റലാണോ? വേറെയാണ്. ഹോസ്റ്റലിലെ പേര്? ഗൗരി ശങ്കർ. ഓക്കെ, എങ്ങനെയുണ്ട് ക്യാമ്പസ്? എങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് എന്ത് തോന്നുന്നു? നല്ലൊരു ഫീലാണ്, നല്ലൊരു ക്യാമ്പസ് ആയിട്ട് തോന്നി. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് തോന്നി. എല്ലാം മാറി. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. മോൾക്ക് എന്ത് തോന്നി? +2 പഠിച്ചുള്ള ഒരു ലെവലായിട്ട് എനിക്ക് തോന്നിയില്ല. +2ലൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ ഒരു ക്ലാസ്സിലിരിക്കുന്നു, പക്ഷെ ഇവിടെ 80ഓളം കുട്ടികളാണ് ഒരു ക്ലാസ്സിലിരിക്കുന്നത്. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും മെന്റേഴ്സ് ആണെങ്കിലും ഇതൊരു അടിപൊളിയാണ്. പിന്നെ ക്ലാസ് ഒക്കെ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി. നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്.
പിന്നെ എല്ലാം നമുക്ക് മെൻറ്റേഴ്സിനോട് ചോദിച്ചറിയാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നാളത്തെ ടൈം ടേബിൾ അനുസരിച്ച് വരണം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കാൻ, നല്ല റാങ്കും മേടിക്കാം. ഓക്കെ, എന്താ പേര്? ശ്രേയസ്. എവിടെയാ വീട്? തൃശ്ശൂരാണ്. ഏത് ഹോസ്റ്റലാ? ഞാൻ പുതുമന റെസിഡൻസി. പുതുമന. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഡേ അറ്റ് ബ്രില്യൻ? അടിപൊളിയാണ്. ലൈക് പ്രതീക്ഷയായിട്ടും കുറെ ഇതാണ്. ലൈക് എല്ലാം സ്റ്റീഫൻ സാർ സംസാരിച്ചു, സുമേഷ് സാർ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്ലാസ് ടീച്ചർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ലൈക്ക് ഫുഡായാലും ഹോസ്റ്റലായാലും ഒക്കെ അടിപൊളിയാണ്. എന്താ പേര്? ആയുഷ്. ആയുഷിന്റെ വീട്? ഞാൻ ട്രിവാൻഡ്രം. ഓക്കെ, എങ്ങനെയുണ്ട് മോനെ ഒരു ഫസ്റ്റ് ഡേ തോന്നുന്നു? നല്ല ക്യാമ്പസ് ആണ്, പിന്നെ ഹോസ്റ്റലും അടിപൊളിയാണ്, ഫുഡ് എല്ലാം കൊള്ളാം. ഇവിടെ നല്ലൊരു വൈബാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു വൈബ് കിട്ടി ക്യാമ്പസിൽ നിന്ന്. പിന്നെ ഫ്രണ്ട്സും എല്ലാവരും അടിപൊളിയാണ്, പിന്നെ ക്ലാസ് ടീച്ചേഴ്സും നല്ല ഫ്രണ്ട്ലിയാണ്. ഓവറോൾ നല്ലൊരു എൻവയോൺമെന്റ് ആണ്. മോൻ എന്ത് തോന്നി ഇന്നത്തെ ഒരു ദിവസം ക്യാമ്പസിൽ വന്ന് ഫീൽ ചെയ്തത്? പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉള്ള ക്യാമ്പസ് തന്നെയാണ്. വന്നപ്പോൾ ഞെട്ടിപ്പോയി. ഇത്ര വലിയ ഒരു സെറ്റപ്പ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. മൊത്തത്തിൽ അടിപൊളിയാണ്, വൈബാണ്. സോ അങ്ങനെ എല്ലാ സ്റ്റുഡൻസും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് തന്നെയാണ് അവരുടെ ഫസ്റ്റ് ഡേ അറ്റ് ബ്രില്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് വി ആർ പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല ബ്രില്യന്റ് മികവ് പുലർത്തുന്നത്, കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ബ്രില്യന്റിന് ഏറെ പ്രധാനമാണ്. ഈ വർഷത്തെ നീണ്ട പഠന കാലയളവിൽ വിദ്യാർത്ഥികളെ മാനസികമായി എങ്ങനെ പിന്തുണയ്ക്കണം, അവരുടെ വ്യക്തിഗത പ്രയാസങ്ങളിൽ എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ച് ക്ലാസ് മെന്റർമാർക്കായി പ്രത്യേക പരിശീലനവും ഇന്ന് ക്യാമ്പസിൽ ഒരുക്കിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയമുള്ള പ്രമുഖ കരിയർ ഗുരു ആൻഡ് സൈക്കോളജി കൗൺസിലർ ഡോക്ടർ ഐസക് തോമസ് ആണ് മെന്റർമാർക്കുള്ള ഈ സെഷൻ കൈകാര്യം ചെയ്തത്. മക്കളെയെല്ലാം ഹോസ്റ്റലുകളിലാക്കി മക്കളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസം കണ്ട് അവരെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചെന്ന പൂർണ്ണ സംതൃപ്തിയോടെയാണ് ഇന്നലെ ബ്രില്യന്റിൽ നിന്നും ഓരോ മാതാപിതാക്കളും അവരുടെ വീട്ടിലേക്ക് മടങ്ങിയത്. എൻ്റെ പേര് നൗഷാദ്, എൻ്റെ ഫാമിലിയാണ്. ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. മകളെ ബ്രില്യൻറ്റിൽ ചേർക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മൂത്ത മകൾ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. 2023 ഇവിടെ ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ മോള് അവൾ പാസ് ഔട്ടായി. ഇപ്പോൾ 3-ാം വർഷം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നാഗപട്ടണത്തിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ മകളും ചേർക്കാൻ വന്നിരിക്കുകയാണ്. വൈറ്റ് ഹൗസ് ആണ് ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഫെസിലിറ്റി ഉണ്ട്. മൂത്തോളം ചേർത്ത അതേ ഒരു സൗകര്യമുള്ള ഹോസ്റ്റൽ തന്നെയായിരുന്നു. അത് മേരി ഗോൾഡ്, ഇത് വൈറ്റ് ഹൗസ് ആയിരുന്നു. എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബ്രില്യൻ പാലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു ആംബിഷ്യസ് ആയിരിക്കും MBBS എടുക്കണം എന്നുള്ളത്. സോ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലേസ് കേരളത്തിൽ വേറെ എവിടെയില്ല, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് പാരൻസിനാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ധൈര്യത്തോടെ നമ്മുടെ സിബ്ലിങ്സിനാണെന്നുണ്ടെങ്കിലും ബ്രദർ സിസ്റ്റർ ആരാണെന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ടു നിർത്താൻ പറ്റും. സോ അതിനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ബ്രില്യൻറ്റിനെ ഞാൻ ചൂസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും റിസൾട്ട്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഫസ്റ്റ് റാങ്ക് തന്നെ വരുന്നത് ബ്രില്യൻ്റ് ആണ്. അപ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ നോക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ പേരൻസിനോടാണെങ്കിലും എനിക്കിവിടെ റിപ്പീറ്റിന് ബ്രില്യൻറ്റിൽ പോയാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. ബ്രില്യൻ്റ് ക്യാമ്പസ് ഒക്കെ കണ്ടോ? ക്യാമ്പസ് എല്ലാം നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിന്നേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളതുകൊണ്ട് എൻ്റെ മകളും അതിലൊരാളാവണം എന്നുള്ളതുകൊണ്ട് ആ ഒരു താല്പര്യം കൊണ്ടാണ് ബ്രില്യൻസിൽ വന്നത്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് വിളി വന്നു, കോഴിക്കോട് നിന്ന് വിളിച്ചു, എറണാകുളത്ത് നിന്ന് വിളിച്ചിരുന്നു. പക്ഷേ പാലാ ബ്രില്യൻസ് എന്നൊരു ബ്രാൻഡ് നെയിം ഉണ്ട്. ഓക്കെ, അന്ന് കണ്ട് ക്യാമ്പസിന് പോയതാണ്. വളരെ മനോഹരമാണ്. ഓക്കെ, ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതാണല്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. എല്ലാ കൊല്ലവും നീറ്റിന്റെ റിസൾട്ടിലായാലും ആദ്യം കേൾക്കുന്ന ഒരു പേര് ബ്രില്യൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിശ്വാസം ഉണ്ട്. ഇപ്പൊ കിമ്മിന്റെ റിസൾട്ട് വന്നപ്പോൾ ടോപ്പ് 20 ബ്രില്യൻ തന്നെ കിട്ടി. അപ്പം ആ ഒരു വിശ്വാസത്തിൽ വന്നതാണ്. മികച്ച അധ്യാപനം, ലോകോത്തര നിലവാരമുള്ള ക്യാമ്പസ് സൗകര്യങ്ങൾ, അതിലുപരി കൃത്യമായ മാർഗനിർദ്ദേശം. നീറ്റ് 2027 വിജയക്കൊടി പാറിക്കാൻ ബ്രില്യൻ്റ് ഒരുങ്ങിക്കഴിഞ്ഞു. 2027 നീറ്റ് മാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. വ്യക്തമായ ഒരു പ്ലാനോടുകൂടിയാണ് നമ്മൾ ഒരു വർഷത്തേക്ക് പോവുക. ആ പ്ലാന് കൃത്യമായിട്ട് നടപ്പിലാക്കി കുട്ടികളെ നീറ്റിലേക്ക് എത്തിക്കും എന്നൊരു വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും ഈ തുടക്കത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഇത് ഒരു വർഷം നമുക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ബ്രില്യൻ ടീം ഒന്നടങ്കം നിങ്ങളുടെ കൂടെ ഉണ്ട്. ബ്രില്യൻ സ്റ്റഡി സെന്റർ അതിന്റെ 43ാമത്തെ അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്.
മെഡിക്കൽ ബാച്ചുകളുടെ പ്രവേശനത്തോടനുബന്ധിച്ച് സുസജ്ജമായ കാര്യങ്ങളാണ് ബ്രില്യൻ ടീം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളെല്ലാവരും രാവിലെ തന്നെ സന്തോഷവാന്മാരായിട്ട് ക്യാമ്പസുകളിലേക്ക് വന്നു. ക്ലാസ് മെന്റേഴ്സിന് ലഭിച്ചു. അതുപോലെ തന്നെ ഈ കോർഡിനേറ്റേഴ്സ് എല്ലാവരും നിങ്ങളോടൊപ്പം ചേർന്നുണ്ട്, ക്ലാസ് ടീച്ചേഴ്സിനൊപ്പം ചേർന്നുണ്ട്, പേരൻസിനോടൊപ്പം ചേർന്നുണ്ട്, ഡയറക്ടേഴ്സിനൊപ്പം ചേർന്നുണ്ട്. അടുത്ത വർഷത്തെ റിസൾട്ടിലേക്ക് കുതിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ്. 2027 നീറ്റ് എൻട്രൻസ് എക്സാം മുന്നിൽ കണ്ട് നാം ഒരുങ്ങുകയായി. മിടുക്കന്മാരും മിടുക്കികളുമൊക്കെ IIT-കളിലും എയിംസുകളിലും ഒക്കെ എത്തിച്ചേരുന്ന ഈ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് എനിക്കും എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ തോന്നുന്ന ഒരു നിമിഷം. പ്രിയപ്പെട്ടവരെ, 2027 നിങ്ങളുടെ സാധ്യതകൾ നിരവധിയാണ്. അത് തിരിച്ചറിയണം. JEE മെയിനും JEE അഡ്വാൻസ്ഡും നീറ്റും ഐസറും നൈസറും CUET-യും കേരള എഞ്ചിനീയറിംഗും കുസാറ്റും 40ഓളം പ്രവേശന പരീക്ഷകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാം നമുക്ക് എഴുതണം. അതിൽ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ ചേർന്നുകൊണ്ട് ഏറ്റവും നല്ല വ്യക്തികളായി ഈ സമൂഹത്തിന് മാതൃകളായി മാറാനാണ് നാം ശ്രമിക്കേണ്ടത്. ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒപ്പമുണ്ടാവും. ഈ ക്യാമ്പസിലേക്ക് പ്രതീക്ഷയോടെ ചുവടുവെച്ച ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നങ്ങൾക്ക് ചിറകേക്കാൻ, മെഡിക്കൽ മേഖലയിലെ ഉയർന്ന കരിയറിലേക്ക് അവരെ നയിക്കാൻ ബ്രില്യൻ്റ് എന്നും കൂടെ ഉണ്ടാകും. ഏവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസ. Brilliant Study Center, India's #1 coaching center for NEET and JEE.